ക്രൂശിത രൂപത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറുകനെയും നെടുകിനെയുള്ള തടിക്കഷ്ണമാണ്, അതിലാണ് ഈശോനെ ക്രൂശിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ അത് എന്താണ്, അതിന്റെ വാസ്തവം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ കുറുകനെയും നെടുകിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോമൻ രീതി അനുസരിച്ച് അവര് ഒരു വ്യക്തിയെ ക്രൂശി തറയ്ക്കുമ്പോൾ ആദ്യം ഈ നെടുകനെയുള്ള തടിക്കഷ്ണം എവിടെയാണോ ആ വ്യക്തിയെ ക്രൂശിൽ തറയ്ക്കേണ്ടത് അവിടെ നേരത്തെ തന്നെ നാട്ടി, പിന്നീട് ഈ കുറുകനെയുള്ള തടിക്കഷ്ണം മാത്രമാണ് ഈ ശിക്ഷിക്കപ്പെടുന്നയാളുടെ തോളിൽ വെച്ച് കെട്ടുകയും അയാളുടെ കരങ്ങൾ അതിനോട് ചേർത്ത് കെട്ടുകയും ചെയ്യും. അങ്ങനെയാണ് അയാളെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈശോ കുരിശു വഹിക്കുന്ന സമയത്ത് കുറുകനെയുള്ള കഷ്ണം ഇല്ലായിരുന്നു. കുറുകനെയുള്ള കഷ്ണമാണ് ഉണ്ടായിരുന്നത്. ആ നെടുകനെയുള്ള കഷ്ണം കാൽവരി മലയിൽ നേരത്തെ തന്നെ നാട്ടിയിരുന്നു. അപ്പോൾ ഈശോ ഈ കുറുകനെയുള്ള തടിക്കഷ്ണം ഈശോയുടെ തോളിൽ വെച്ച് കരങ്ങൾ അതിനോട് ചേർത്ത് കെട്ടി. ആ ഒരു ആകൃതിയിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈശോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് ചുമക്കുകയല്ല, ഈശോ കുരിശായി മാറിയെന്ന് നമുക്ക് തോന്നും. പക്ഷേ 3 പ്രാവശ്യം ഈശോ നിലത്ത് വീഴുന്നതായിട്ട് പറയുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഇരു കരങ്ങളും കെട്ടി ഈശോ കൈ കുത്താതെ നിലത്ത് വീഴും. അതെ, ഈശോ കൈ കുത്താൻ പറ്റിയില്ല. കാരണം ഈ 70 മുതൽ 100 കിലോ ഭാരമുള്ള തടിക്കഷ്ണമാണ് ഈശോയുടെ തോളിൽ വെച്ചിരിക്കുന്നത്. അതിനോട് ചേർത്താണ് ഈശോയെ കെട്ടിയിരിക്കുന്നത്. ആ അവസ്ഥയിൽ ഈശോ വീഴുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈശോയ്ക്ക് കൈകുത്താൻ പറ്റത്തില്ല. അപ്പോൾ മുട്ടിടിച്ച് മുഖം നിലത്ത് അമർന്ന് ഈശോ വീണിട്ടുണ്ടാവും. ഈശോയുടെ മുഖമൊക്കെ പൊട്ടി വാരിയിട്ടുണ്ടാകണം ആ വീഴ്ചയിലുള്ളിൽ. മാത്രമല്ല, ഇങ്ങനെ വീണ് പൊട്ടി വാരിയ ഒരു മുഖമാണ് വെറോനിക്കയുടെ തൂവാലയിൽ ഈശോ പകർത്തിക്കൊടുത്തത്.